പൂൾ ഉൾപ്പെടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇവിടുത്തെ റൂംസാണ്. അപ്പോൾ ഇല്ലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു കോട്ടേജാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ റൂംസിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് വുഡ് വർക്കാണ് വരുന്നത്. എല്ലാ കോട്ടേജുകളിലെയും റൂഫ് കൊടുത്തിരിക്കുന്നത് ഓടാണ്, അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല തണുപ്പ് കിട്ടും. പിന്നെ ബാൽക്കണിയിലായിട്ട് 2 ചെയറും അതേപോലെ തന്നെ ചെറിയൊരു മിനി ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്തുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. റൂമിലേക്ക് വരുമ്പോൾ ക്യാമറയിൽ കൃത്യമായിട്ട് മനസ്സിലാവും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ബെഡ് നോക്കുവാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബെഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൗസ് കീപ്പിംഗ് വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിങ്ങൾക്ക് മിനി ടേബിൾ കൊടുത്തിരിക്കുന്നത് കാണാം. മിനി ടേബിൾ നമ്മൾ സാധാരണ കാണുന്നത് പോലുള്ളൊരു ടേബിളല്ല, ഒരു വുഡിൻ്റെ പീസായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല പോളിഷ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചാർജിങ് പോയിന്റും കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു ബെഡിൻ്റെ ബാക്കിൽ വരുന്ന ചുമരിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുവാണെങ്കിൽ വയനാടിൻ്റെ ഒരു ഓൾഡ് കൾച്ചർ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലൊരു ഡ്രോയിങ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ അട്രാക്റ്റീവാണ്. അതേപോലെ തന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു സോഫ സെറ്റും പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലത്താണ് അവർ ഈ ഒരു സോഫ സെറ്റ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ TV കൊടുത്തിരിക്കുന്നത് കാണാം. അതിനോട് ചേർന്ന് തന്നെ ടീ സപ്ലൈസും ഇലക്ട്രിക് കെറ്റിലും പിന്നെ വൈഫൈ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ടെലിഫോണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വുഡാണ്. ഒരു കാപ്പി മരത്തിൻ്റെ പീസൊക്കെയാണ് അവരിതിൻ്റെ ലെഗായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ റൂമിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് സൈഡിലായിട്ട് നിങ്ങൾക്ക് സോഫ കം ബെഡ് കൊടുത്തിരിക്കുന്നത് കാണാം. പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർന്നൊരു മിറർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെൽഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂം AC റൂമാണ്. AC-ക്ക് പുറമെ ഫാന് 2 എണ്ണം അവർ കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം നോക്കുവാണെങ്കിൽ നോർമലി കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ ഒരു ഫെസിലിറ്റീസ് കൂടുതൽ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിൽ ഗ്ലാസിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വുഡിൽ ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഗാർഡൻ കൊടുത്തിരിക്കുന്നത് കാണാം. അത് നമുക്കൊരു നാച്ചുറൽ ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഷവറിങ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്ററീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാത്റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കണ്ട ശേഷം മാത്രം ബുക്കിങ്ങിലേക്ക് പോവുക. ഒന്നുകൂടെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് മുഴുവനായിട്ട് പറഞ്ഞുതരാം. പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയാണ് പൂള് വരുന്നത്. ചെറിയ സോഫ്റ്റ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഗസ്റ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനുമാണ് നിലവിൽ ഇവിടെ സ്റ്റേ കൊടുക്കുന്നത്. ബാച്ചിലേഴ്സ് നിലവിൽ അലൗഡ് അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങളുടെ ബുക്കിംഗ് ഡേറ്റും വരുന്ന മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അയച്ചു തരിക. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വയനാട്ടിൽ ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഇതേപോലത്തെ റിവ്യൂസ് അവർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റിവ്യൂവുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.